ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSI ഫിസിക്കൽ സയൻസിലെ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ നോളജ് അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ജനറൽ ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി 80 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ സ്ട്രീമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി 80 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്, ആദ്യത്തെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണ്? നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. വിസ്കസ് ബലം, പ്രതല ബലം, ന്യൂക്ലിയർ ബലം, ഭൂഗുരുത്വ ബലം. ഉത്തരം വരുന്നത് പ്രതല ബലമാണ്. പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ ആണ്. അതായത് ദ്രാവക തുള്ളികൾക്ക് ഗോളാകൃതി ഉണ്ടാകുവാനായിട്ടുള്ള കാരണം പ്രതല ബലം മൂലമാണ്. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷൻ അഥവാ പ്രതല ബലം എന്താണെന്ന് നോക്കാം. ലിക്വിഡ് മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് experience a net inward pull towards the bulk of the liquid due to cohesive forces. This inward pull creates a skin on liquid surface resisting external forces. നമുക്കതിൻ്റെ ഫിഗർ വെച്ച് ജസ്റ്റ് എന്താണിതെന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ലിക്വിഡ് എടുക്കുകയാണെങ്കിൽ അതിലെ ബൾക്കിലെ മോളിക്യൂൾസിന് എന്തായിരിക്കും? അതിൻ്റെ ചുറ്റും മറ്റു മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. സോ ദർ വിൽ ബി എ അട്രാക്റ്റീവ് ഓർ എ കൊഹസീവ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഫ്രം ഓൾ ദ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിൽ നിന്നും എന്തുണ്ട്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അഥവാ കൊഹസീവ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണോ സർഫസിലെ മോളിക്യൂൾസ്? സർഫസിലെ മോളിക്യൂൾസിനെ നോക്കിയാൽ നമുക്കറിയാം അവരുടെ താഴെ മാത്രമാണ് വേറെ മോളിക്യൂൾസ് ഉള്ളൂ, അല്ലേ? പൊക്കത്ത് എന്താണ്? എയർ ആണ്. അപ്പോൾ എന്ത് പറ്റുന്നു? there is an attractive force towards the interior of the liquid. ലിക്വിഡിന്റെ അകത്തേക്ക് എന്ത് പറ്റുന്നു? ഒരു ഇൻവേർഡ് പുൾ അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ അവയെ വലിച്ചു നിർത്തിയേക്കുന്നത് പോലെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിന്റെ സർഫസിൽ എന്തുണ്ട്? ഒരു സ്ട്രെയിൻ അഥവാ ടെൻഷൻ ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിക്കേ. ലിക്വിഡ് മോളിക്യൂൾസ് അറ്റ് ദ സർഫസ് എക്സ്പീരിയൻസ് എ നെറ്റ് ഇൻവേർഡ് പുൾ ടുവേർഡ്സ് ദ ബൾക്ക് ഓഫ് ലിക്വിഡ് ഡ്യൂ ടു കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് മൂലം സർഫസിലുള്ള ലിക്വിഡ് മോളിക്യൂൾസിന് ഒരു ഇൻവേർഡ് പുൾ അനുഭവപ്പെടുന്നു. അതിനെയാണ് നമ്മൾ ഈ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വാട്ടറിന്റെ അകത്തോട്ട് ഒരു ബ്ലേഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ കാണുന്നത്? അത് അതിനകത്ത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുക, അതിൻ്റെ അകത്തോട്ട് മുങ്ങിപ്പോകുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? അതിനൊരു കാരണമാണ് എന്ത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. സർഫസ് ടെൻഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ T is equal to F/L, where T is the surface tension. സർഫസ് ടെൻഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് T വെച്ചിട്ടാണ്. ആൻഡ് F is the force acting on unit length and L is the length over which the force act. F എന്ന് പറയുന്നത് ഫോഴ്സും L എന്ന് പറയുന്നത് ലെങ്ത്തും ആയിരിക്കും. ആൻഡ് the SI unit of surface tension is Newton per meter. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് ടെൻഷന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഫോഴ്സ് ബൈ എൽ ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. സോ ദ യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. ഇനി എന്തുകൊണ്ടാണ് സർഫസ് ടെൻഷൻ കാരണം ദ്രാവക തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത് നമുക്ക് നോക്കാം. Surface tension drives liquids to minimize its surface area as this reduce the overall energy of the system. Surface tension എപ്പോഴും സർഫസ് ഏരിയ കുറച്ച് വെക്കാനാണ് നോക്കുന്നത്. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ ഓവറോൾ എനർജിയും കുറയും. ഫോർ എ ഗിവൺ മോളിക്യൂൾ എ സ്പിയർ ആസ് ദ സ്മോളസ്റ്റ് സർഫസ് ഏരിയ കമ്പയർഡ് ടു എനി അതർ ഷേപ്പ്. ബാക്കി എല്ലാ ഷേപ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്പിയറിനായിരിക്കും ഏറ്റവും കുറവ് സർഫസ് ഏരിയ. Therefore, liquids, especially small drops, tend to take on the spherical shape to minimize their surface area and reduce energy associated with the surface. അതുകൊണ്ട് തന്നെ ലിക്വിഡ് ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്തായിരിക്കും? അതിന്റെ മിനിമം സർഫസ് ഏരിയ ആയിരിക്കും. ഓൾസോ എനർജിയും കുറവായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്ന പ്രതിഭാസമാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, റേഡിയോ ആക്ടിവിറ്റി, അയോണീകരണം. ഉത്തരം വരുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. The sun's energy known as solar energy is primarily generated through
nuclear fusion in its core, a process where hydrogen atoms are converted into helium, releasing immense amount of heat and light. അപ്പം സൂര്യന്റെ കോറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്താ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ അകത്ത് 2 ഹൈഡ്രജൻ ആറ്റംസ് ഹീലിയം ന്യൂക്ലിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് എന്തൊക്കെ പറ്റുന്നു, ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള 2 പ്രോസസ്സുകളാണ് ഏതൊക്കെ, ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷനാണ് കണ്ടത്. നമുക്ക് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. So nuclear fusion, 2 light nuclei like hydrogen isotopes combine to form heavier nuclei like helium and release large amount of energy. Nuclear fusion അകത്ത് ലൈറ്റ് ന്യൂക്ലിയകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈഡ്രജൻ ന്യൂക്ലിയകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഹീലിയം ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ആ സമയത്ത് എ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. ഇനി പവേഴ്സ് ദ സൺ ആൻഡ് സ്റ്റാർസ്. നമുക്കറിയാം സണ്ണിലും സ്റ്റാർസിലും ഒക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഓഫേഴ്സ് എ പൊട്ടൻഷ്യൽ ക്ലീൻ ആൻഡ് അബൻഡന്റ് എനർജി സോഴ്സ്. ഈ പ്രോസസ്സിന്റെ സമയത്ത് ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. റിക്വയർസ് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇങ്ങനെ ഒരു റിയാക്ഷൻ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കാനായിട്ട് എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും ആവശ്യമാണ്. is the basis of hydrogen bombs. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ ബേസിസ് എന്ന് പറയുന്നത്. then may produce long lived radioactive wastes. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ലോങ് lived radioactive wastes ഉണ്ടാകുന്നു. ഇനി അടുത്തതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇവിടെ എന്താണ്, എ ഹെവി ന്യൂക്ലിയസ് ലൈക്ക് യുറേനിയം splits into smaller nuclei and release energy along with the neutrons that can initiate a chain reaction. ന്യൂക്ലിയർ ഫ്യൂഷനിൽ ലൈറ്റ് ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഹെവിയർ ആവുന്നു. ഇവിടെ എന്താണ്, ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ ന്യൂക്ലിയസും ആവുന്നു, എനർജി റിലീസ് ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം ന്യൂട്രോൺസും റിലീസ് ചെയ്യുന്നു. ഈ ന്യൂട്രോൺസ് വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ ഉണ്ടായ ന്യൂക്ലിയ ആയിട്ട് വീണ്ടും കൊളൈഡ് ചെയ്യുന്നു, അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ ന്യൂക്ലിയ ആവുന്നു, ന്യൂട്രോൺസ് വരുന്നു, വീണ്ടും എനർജി റിലീസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവുകയാണ്. ദെൻ used in nuclear power plants to generate electricity. അപ്പം ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ്. then may produce long lived radioactive വേസ്റ്റുകൾ. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷനും ഫിഷനും എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെങ്കിൽ സൺസിലും സ്റ്റാർസിലും ഒക്കെ കാണുന്നതാണ്. അതുപോലെ ഹൈഡ്രജൻ ബോംബിന്റെ ബേസിസ് ആണ്. ഇനി ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഫിഷൻ വെച്ചിട്ടാണ്. അത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അനുപ്രസ്ഥ തരംഗത്തിന് ഒരു ഉദാഹരണമാണ്. അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അനുദൈർഘ്യ തരംഗമാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പൊ നമ്മുടെ ഉത്തരം വരുന്നത്, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ശബ്ദ തരംഗം, പ്രകാശ തരംഗം, ജലതരംഗം, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള പ്രകാശ തരംഗമാണ്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അനുപ്രസ്ഥ തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവും അനുദൈർഘ്യ തരംഗം ലോഞ്ചിറ്റ്യൂഡിനൽ വേവും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം. അപ്പം നമ്മുടെ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേതാണ് ഏത്, ട്രാൻസ്വേഴ്സ് വേവ്. രണ്ടാമത്തേതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അപ്പം ട്രാൻസ്വേഴ്സ് വേവിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ട്രഫ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. സോ ഈ അപ്പർ പോർഷനെയാണ് നമ്മൾ ക്രസ്റ്റുകൾ എന്ന് പറയുന്നത്. താഴെ വന്നേക്കുന്നത് ഇവയാണ് നമ്മൾ ട്രഫ്സ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ദ വേവിന്റെ മാക്സിമം ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വേവിന്റെ ലെങ്ത്. ഫോർ എക്സാമ്പിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത്, അല്ലെങ്കിൽ ഇവിടെ തുടങ്ങുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ട്രഫിന്റെയും ക്രസ്റ്റിന്റെയും ലെങ്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസന്റ് ട്രഫ് ഓർ അഡ്ജസന്റ് ക്രസ്റ്റ് എന്ന് പറയും. അതായത് ഈ 2 ക്രസ്റ്റ് എടുത്താൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ 2 ട്രഫ് എടുത്താൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ നമുക്കുള്ളതാണ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓർ റേറിഫ്രാക്ഷൻ എന്ന് പറയും. കംപ്രഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഇവിടെ
വേവ്സ് കംപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് എക്സ്പാൻഡഡ് അല്ലെങ്കിൽ റേറിഫ്രാക്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ട്രാൻസ്വേഴ്സ് വേവ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, പാർട്ടിക്കിൾ മോഷൻ ഇൻ ട്രാൻസ്വേഴ്സ് വേവ് പെർപെൻഡിക്കുലർ ടു ദ വേവ് പ്രൊപ്പഗേഷൻ. വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും പാർട്ടിക്കിളിന്റെ മോഷൻ എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂഡിനലിന്റെ കേസിൽ ഇറ്റ് വിൽ ബി പാരലൽ ടു വേവ് പ്രൊപ്പഗേഷൻ. ഇനി എനർജി നോക്കുകയാണെങ്കിൽ, എനർജി ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ, എനർജി ട്രാവൽസ് പെർപെൻഡിക്കുലർ ടു പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റ്. പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എനർജി ട്രാവൽ ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിന്റെ കേസിൽ എന്തായിരിക്കും? എനർജി ട്രാവൽസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾ പോകുന്ന അതേ ഡയറക്ഷനിലായിരിക്കും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി വേവ് ടൈപ്പ് ക്യാൻ ബി മെക്കാനിക്കൽ ഓർ നോൺ മെക്കാനിക്കൽ. അതായത് മെക്കാനിക്കൽ ടൈപ്പും ആവാം, നോൺ മെക്കാനിക്കലും ആവാം. ഇനി പ്രൈമർലി മെക്കാനിക്കൽ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്വേഴ്സ് വേവ്സിൽ വാട്ടർ വേവ്സും ഉണ്ടെന്ന്. നമ്മൾ ഈ വാട്ടർ വേവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എയ്തർ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്, രണ്ട് രീതിയിലുമാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ ഏറ്റവും ബെറ്റർ വൺ എന്ന് പറയുന്നത് പ്രകാശ തരംഗം ആയതുകൊണ്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പ്രൈമർലി മെക്കാനിക്കൽ വേവ്സ് ആണ്. സൗണ്ട് വേവ്സ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ലൈറ്റ് അല്ലെങ്കിൽ റേഡിയോ വേവ്സ്, സെസ്മിക് എസ് വേവ്സ് അല്ലെങ്കിൽ സെസ്മിക് സെക്കൻഡറി വേവ്സ് ആണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിൾ സൗണ്ട് വേവ്സ് ഉണ്ട്, സെസ്മിക് പി വേവ്സ് അല്ലെങ്കിൽ സെസ്മിക് പ്രൈമറി വേവ്സ് അതിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ സെസ്മിക് സെക്കൻഡറി ആൻഡ് പ്രൈമറി വേവ്സ് ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും ഏതാണെന്ന് കൃത്യമായിട്ട് ഓർക്കണം. ഇനി പോളറൈസേഷൻ ക്യാൻ ബി പോളറൈസ്ഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമുക്ക് പോളറൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മീഡിയം ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ് അറ്റ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്സ്. സോളിഡ്സിലും ലിക്വിഡ് സർഫസിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. ട്രാൻസ്വേഴ്സ് വേവ്സിന് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് സോളിഡ്സിലൂടെയും ലിക്വിഡ്സിലൂടെയും ഗ്യാസസിലൂടെയും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേവ്സ് ഫോംസിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ക്രസ്റ്റും ട്രഫും ആണ്. അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലുള്ളത് കംപ്രഷൻ ആൻഡ് റേറിഫ്രാക്ഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാണ്ടാമൃഗങ്ങൾക്ക് ഏതിന് മുകളിലുള്ള ശബ്ദം കേൾക്കാൻ, ഏത് ഫ്രീക്വൻസിക്ക് മുകളിലുള്ള ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും? ഉത്തരം വന്നേക്കുന്നത് 5 kHz ആണ്. നമുക്ക് അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. റൈനോസ് ക്യാൻ ഹിയർ ഇൻഫ്രാസോണിക് സൗണ്ട്സ് which have frequencies below 20 Hz, which is the lower limit of human hearing. നമുക്കറിയാം ഹ്യൂമന്റെ ഹിയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 20 Hz to 20 kHz ആണ്. അപ്പം അതിന് താഴെയുള്ള ഇൻഫ്രാസോണിക് സൗണ്ടും കാണ്ടാമൃഗങ്ങൾക്ക് കേൾക്കാം. They even produce sound at frequencies as low as 5 Hz. അപ്പോൾ അവർക്ക് കേൾക്കാൻ മാത്രമല്ല 5 Hz താഴെയുള്ള ഫ്രീക്വൻസീസിലുള്ള സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പറ്റും. While they can hear infrasonic sound, studies suggest that their upper hearing limit may extend up to 8 kHz. അവരുടെ അപ്പർ ഹിയറിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 8 kHz ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ വരുന്നതിൽ ഏത് ഫ്രീക്വൻസിക്ക് മുകളിലുള്ളത് വരെ കേൾക്കാം. അപ്പം 20 ആണ് നമ്മുടെ ഏറ്റവും അവിടെ കൊടുത്തേക്കുന്നത്, കൂടുതൽ കൊടുത്തേക്കുന്ന ഫ്രീക്വൻസി. 20ക്ക് മുകളിലേക്ക് കേൾക്കാൻ പറ്റില്ല. സോ അവർക്ക് ഏതിന് മുകളിലേക്ക് കേൾക്കാം? 5 kHz മുകളിലേക്ക് കേൾക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? നമുക്ക് 4 നിയമങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പാസ്കൽ നിയമം, ഗോസസ് നിയമം, ബെർണോളിസ് നിയമം, ഹുക്സ് നിയമം. ഉത്തരം വരുന്നത് ബെർണോളിസ് നിയമമാണ്. അപ്പം ബെർണോളിസ് നിയമം എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, ബെർണോളിസ് പ്രിൻസിപ്പിൾ. Bernoulli's principle states that as the speed of a fluid like air or water increases, the pressure within the fluid decreases and vice versa. അതായത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്യാസസും ലിക്വിഡ്സും വരും. ഫ്ലൂയിഡ്സിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ തിരിച്ചും പറയാം, പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കിനും സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇനി ഹാർട്ട് അറ്റാക്കിന്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. Bernoulli's principle can help explain how heart attack can occur when an artery constricts due to plaque buildup. അതായത് നമ്മുടെ ആർട്ടറീസിൽ
എന്ത് പ്ലേക്ക് വന്ന് അടിഞ്ഞു കൂടുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. വെൻ ബ്ലഡ് ഫ്ലോ ഈസ് ഫോഴ്സ്ഡ് ത്രൂ എ നാരോ ഏരിയ ഇറ്റ് സ്പീഡ്സ് അപ്പ് ആൻഡ് പ്രഷർ വിത്തിൻ ദ ആർട്ടറി ഡ്രോപ്സ്. അതായത് ഇത് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ എന്ത് പറ്റുന്നു? അതിന്റെ ഏരിയ കുറയുന്നു. ഏരിയ കുറയുമ്പോഴത്തേക്കിനും എന്ത് പറ്റും? സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആർട്ടറിക്കകത്തെ പ്രഷർ ഡ്രോപ്പ് ചെയ്യും. This pressure drop can cause artery to collapse under external pressure, potentially leading to heart attack. നമ്മുടെ ആർട്ടറിക്കകത്ത് പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ എക്സ്റ്റേണൽ പ്രഷർ കാരണം ആർട്ടറി കൊളാപ്സ് ചെയ്യുന്നു. അത് എന്തിലേക്ക് നയിക്കുന്നു? ഹാർട്ട് അറ്റാക്കിലേക്ക് നയിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ പറയുക. യൂസ്ഫുൾ ആണെങ്കിൽ അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.